വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയുടെ ദുരൂഹ മരണത്തിന് പിന്നാലെ ക്യാമ്പസിലെ ഭയപ്പെടുത്തുന്ന കഥകൾ ഓരോന്നും പുറത്തുവരികയാണ്. കോളേജിനുള്ളിൽ വിദ്യാർത്ഥി കോടതി, പരസ്യ വിചാരണ, കുറ്റവും ശിക്ഷയും വിധിക്കുന്നത് ക്യാമ്പസിനകത്ത് വെച്ച് തന്നെ. വാലന്റൈൻസ് ഡേ ആഘോഷത്തിന് ശേഷം തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി സിദ്ധാർത്ഥും പരസ്യ വിചാരണ നേരിട്ടു. സഹപാഠികൾ നോക്കി നിൽക്കെ കോളേജ് യൂണിയൻ പ്രസിഡന്റും SFI യൂണിറ്റ് സെക്രട്ടറിയും ഉൾപ്പെടുന്ന സംഘത്തിൽ നിന്ന് ക്രൂരമർദ്ദനം. സിദ്ധാർത്ഥിന്റെ മരണവും വിദ്യാർത്ഥി കോടതിയുടെ ശിക്ഷാവിധിയാണോ? വിദ്യാർത്ഥിയുടെ മരണത്തിൽ 6 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കേസിലെ പ്രധാനികൾ ഇപ്പോഴും ഒളിവിലാണ്. BVSC 2ാം വർഷ വിദ്യാർത്ഥിയായ തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി സിദ്ധാർത്ഥിനെ ഫെബ്രുവരി 18-നാണ് ഹോസ്റ്റലിലെ കുളിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വാലന്റൈൻസ് ഡേ ദിനാചരണവുമായി ബന്ധപ്പെട്ട കോളേജിലുണ്ടായ തർക്കത്തെ തുടർന്ന് കോളേജിൽ വെച്ച് സിദ്ധാർത്ഥിന് ക്രൂരമർദ്ദനവും ആൾക്കൂട്ട വിചാരണയും നേരിടേണ്ടി വന്നുവെന്നാണ് പരാതി. കോളേജിൽ പരസ്യ വിചാരണയും ശിക്ഷയും പതിവെങ്കിലും കോളേജ് അധികൃതരിലേക്കോ പോലീസിലേക്കോ പരാതി എത്താറില്ല. നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടും പോലീസിൽ ഒരു പരാതി പോലും നൽകിയിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത്. സിദ്ധാർത്ഥ് മരിക്കും മുമ്പ് ക്രൂരമർദ്ദനത്തിനും പരസ്യ വിചാരണയ്ക്കും ഇരയായെന്ന് കുടുംബം ആരോപിക്കുന്നു. മകൻ ആത്മഹത്യ ചെയ്യില്ലെന്നും അപായപ്പെടുത്തിയതാണെന്നുമാണ് മാതാപിതാക്കളുടെ ആരോപണം. 15 കുട്ടികൾ കണ്ടു. അതിൽ 2 കുട്ടികൾ സിദ്ധാർത്ഥിന്റെ അച്ഛൻ്റെ അടുത്ത് അല്ലെങ്കിൽ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ട് പോകാം എന്ന് പറഞ്ഞു. സിദ്ധാർത്ഥിന്റെ കൂടെ പഠിക്കുന്നതാണ് നിങ്ങൾ, സിദ്ധാർത്ഥൻ ഇത് ചെയ്തതല്ല. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഷിൻജോ എന്ന് പറഞ്ഞു. ഷിൻജോ നമ്മളെ കൊന്നുകളയും. ഷിൻജോ എന്നുള്ള കുട്ടിയുടെ പേര് നമ്മളെ കൊന്നുകളയെന്ന് പറഞ്ഞേക്കാം. ഈ ഷിൻജോയും അവൻ്റെ ഫ്രണ്ട്സും, ഷിൻജോ സീരിയസ് ആണ്. പിന്നെ അത് കഴിഞ്ഞാൽ മനസ്സിലായി അവൻ്റെ ഫ്രണ്ട്സിൽ ഒരു 3-4 പേര് പറഞ്ഞു. അക്ഷയ്, റഹാന്, വേറെ ഡാലി എന്ന് പറഞ്ഞ 3 കുട്ടികൾ. അവരെല്ലാവരും കൂടെ അവനെ കൊണ്ട് റൂമിൽ കൊണ്ടുപോയി ചെയ്തതാണ്. സംഭവത്തിൽ SFI യൂണിറ്റ് സെക്രട്ടറി അമൽ ഹിർസാൻ, കോളേജ് യൂണിയൻ പ്രസിഡന്റ് K അരുൺ, യൂണിയൻ അംഗം ആസിഫ് ഖാൻ എന്നിവരുൾപ്പെടെ ഒളിവിൽ പോയ 12 പ്രതികളെ 10 ദിവസത്തിന് ശേഷവും കണ്ടെത്താനാകാത്തത് കടുത്ത പ്രതിഷേധത്തിന് കാരണമാണ്. കേസിൽ പുതിയതായി പ്രതി ചേർത്ത 6 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. ശരീരത്തിൽ 3 ദിവസം വരെ പഴക്കമുള്ള മുറിവുകൾ ഉണ്ടായിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. തലയോട്ടിയിൽ പൊട്ടലും നെഞ്ചിൽ ഗുരുതര പരിക്കുകളും ഉണ്ടായിരുന്നു. കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ടായേക്കാൻ സാധ്യതയുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. വയനാട്.